In the picture, AB, CD are mutually perpendicular chord of the circle. Prove that the arc APC, BQD joined together would make half the circle. ചിത്രത്തിൽ എ ബി സി ഡി ഇവ പരസ്പരം ലംബമായ ഞാണുകളാണ്. എ പി സി ബി ക്യു ഡി എന്നീ ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ വൃത്തത്തിന്റെ പകുതിയാവുമെന്ന് തെളിയിക്കാം. അതായത് ഇവിടെയാണ് എ പി സി എന്ന് പറയുന്ന ചാപം, ഈ ചാപം. അതേപോലെ തന്നെ ബി ക്യു ഡി എന്ന് പറയുന്ന ചാപം ഈ ബി എന്ന് തുടങ്ങി അല്ലെങ്കിൽ ഡി എന്ന് തുടങ്ങി ഇങ്ങനെ ക്യൂ എന്ന് പറയുന്ന പോലെ വന്ന് ബിയിൽ അവസാനിക്കുന്ന ഈ ചാപം. ഈ രണ്ട് ചാപങ്ങൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അർദ്ധവൃത്തം അഥവാ സെമി സർക്കിൾ കിട്ടുന്നതാണ് തെളിയിക്കേണ്ടത്. അപ്പൊ ഈ രണ്ട് ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ അതിന്റെ സെൻട്രൽ ആംഗിൾ 180 ആണെന്ന് തെളിയിച്ചാൽ മതി അല്ലെ. അർദ്ധവൃത്തത്തിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 180 ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചിത്രത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്താണ്. കുറച്ച് ജോയിൻ ചെയ്യാൻ പോവാണ്. ഞാൻ ഈ നമുക്ക് തന്നിട്ടുള്ള ചിത്രത്തിന് O എന്ന് പറയുന്ന വൃത്തകേന്ദ്രം കൊടുത്തു. എന്നിട്ട് അവിടേക്ക് ഞാൻ ഡിയിൽ നിന്നും O യോജിപ്പിച്ചു, ബിയിൽ നിന്നും ഓയിലോട്ട് വരച്ചു. അതേപോലെ എ ഡിയെ യോജിപ്പിച്ചു, എ ഓനെ യോജിപ്പിച്ചു, അതേപോലെ സി എന്നും വരച്ചു. ഓക്കെ, ഈ യോജിപ്പിക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഓരോ ആംഗിളുകൾ എഴുതാം. ആദ്യം എ ഡി പി എന്ന് പറയുന്ന ഈ ആംഗിളിനെ ഞാൻ എക്സ് എന്ന് എടുത്തു. എ ഡി പി എന്ന് പറയുന്ന ഈ ആംഗിളിനെ ഞാൻ എക്സ് എന്ന് എടുത്തു. ഓക്കെ, ദെൻ അടുത്തത് എ പി ഡി എന്ന് പറയുന്നത് ഈ എ പി ഡി, ഇവിടെ ഒരു ത്രികോണം ഉണ്ടല്ലോ എ പി ഡി, കണ്ടോ? അപ്പൊ ഈ ത്രികോണം 90 നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 90 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി പി എ ഡി എന്ന് പറയുന്ന ഈ ആംഗിളിനെ, പി എ ഡി എന്ന് പറയുന്ന ഈ മുഴുവൻ ആംഗിളിനെ കേട്ടോ, ആ റെഡ് ലൈനിന്റെ അപ്പുറത്തൂടെ വരണം. ഈ ആംഗിളിനെ ഞാൻ വൈ എന്ന് എടുത്തു. ഓക്കെ, പി എ ഡി എന്ന് പറയുന്ന ആംഗിളിനെ ഞാൻ വൈ എന്ന് എടുത്തു. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പി എ ഡി എന്ന് പറയുന്ന ഒരു ത്രികോണം ഉണ്ട്. ആ ത്രികോണത്തിന്റെ 3 കോണുകൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. അഥവാ എ ഡി പി എന്ന് പറയുന്ന ഈ എക്സ് എന്ന് പറയുന്ന ആംഗിളും ഡി പി എ എന്ന് പറയുന്ന 90 എന്ന് പറയുന്ന ആംഗിളും പി എ ഡി എന്ന് പറയുന്ന വൈ എന്ന് പറയുന്ന ആംഗിളും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം. ഓക്കെ ആണല്ലോ? കാരണം എന്താ? എ പി ഡി എന്ന് പറയുന്ന ഒരു ത്രികോണാണ്. അപ്പൊ രണ്ട് മെഷർമെന്റ് നമുക്ക് തന്നിട്ടുണ്ടോ? ഒന്ന് എക്സ് ആണോ, ഒന്ന് വൈ ആണോ, ഒന്ന് 90 ആണ്. ഈ 90നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഇത് പോസിറ്റീവ് ആണല്ലോ, അപ്പുറം വരുമ്പോൾ എന്താവും? നെഗറ്റീവ് ആവും. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 മൈനസ് 90, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90. ഓക്കെ, എക്സ് പ്ലസ് വൈ 90 കിട്ടി. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതാണ്ട്. എ ഒ സി എന്ന് പറയുന്ന ഈ ആംഗിൾ 2x വന്നു എന്നാണ് പറഞ്ഞത്. അത് എങ്ങനെ 2x വന്നതാ? ഈ ആംഗിൾ 2x വന്നു. അത് എങ്ങനെ 2x വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എയിൽ നിന്നും സിയിൽ നിന്നും വൃത്തത്തിലേക്ക് പോകുന്ന ആംഗിൾ ആണ് ഏത്? ഡി എന്ന് പറയുന്നത്. എയിൽ നിന്നും സിയിൽ നിന്നും വൃത്തത്തിലോട്ട് പോകുന്ന ആംഗിൾ ആണ് സി, ഈ എക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എ നിന്നും സി നിന്നും സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആ വൃത്തത്തിലെ ആംഗിളിന്റെ ഇരട്ടിയാവണ്ടേ? നമ്മൾ പഠിച്ചതാണ് അല്ലെ? സെൻട്രലിലുള്ള ആംഗിൾ എത്രയാണോ അതിന്റെ പകുതിയാണ് വൃത്തത്തിൽ. അപ്പൊ വൃത്തത്തിലുള്ള ആംഗിൾ എത്രയാണ്? അതിന്റെ ഇരട്ടിയാണ് സെൻട്രൽ. അപ്പൊ ഈ എ എന്ന് പറയുന്ന പോയിന്റിനും സി എന്ന് പറയുന്ന പോയിന്റും വൃത്തത്തിലോട്ട് പോകുന്ന ആംഗിൾ എക്സ് ആണ്. അപ്പൊ എ എന്നും സി എന്നും സെൻട്രലിലോട്ട് പോകുന്ന എന്താവും? അതിന്റെ ഇരട്ടി 2x ആവും. ഇനി അതേപോലെ തന്നെ ഈ ആംഗിൾ ബി ഒ ഡി അല്ലെങ്കിൽ ഡി ഒ ബി, അത് 2y ആയിരിക്കും. നോക്കിയേ, ഡിയിൽ നിന്നും ബിയിൽ നിന്നും വൃത്തത്തിലോട്ട് പോകുന്ന ലൈൻ ഇതാ ഇങ്ങനെ വന്നിട്ട്, അതേപോലെ തന്നെ ഡിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. ഈ ആംഗിൾ y ആണ്. വൃത്തത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ y ആണെന്നുണ്ടെങ്കിൽ ആ കോണ് സെൻട്രൽ, ആ രണ്ട് പോയിന്റുകൾ സെൻട്രൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? അതിന്റെ ഇരട്ടി ആയിരിക്കും. അപ്പൊ ഇവിടെ 2y എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് തെളിയിക്കാനുള്ളത് ഈ എ പി സി എന്ന് പറയുന്ന ഈ ചാപവും ഡി ക്യു ബി എന്ന് പറയുന്ന ഈ ചാപവും അഥവാ ആർക്കുകൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തം കിട്ടുന്നതാണ് തെളിയിക്കേണ്ടത്. അപ്പൊ നോക്കിയേ, നമ്മൾ പറഞ്ഞു സെൻട്രൽ ആംഗിൾ 180 ആയി കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അർദ്ധവൃത്തമായിരിക്കും. അപ്പോ ഈ ഫസ്റ്റത്തെ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 2x ആണ്. രണ്ടാമത്തെ ആർക്കിന്റെ എന്താണ്? 2y ആണ്. അപ്പൊ 2x പ്ലസ് 2y നമുക്ക് എടുക്കാലോ. ഇതിൽ രണ്ടിലും 2 കോമൺ ആയതുകൊണ്ട് ഞാൻ 2നെ പുറത്തെടുത്തു. അപ്പൊ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ എന്താന്നുള്ളത് നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താ? 90. അപ്പൊ 2 ഇൻറ്റു 90 180 കിട്ടിയില്ലേ? അപ്പൊ സെൻട്രൽ ആംഗിൾ രണ്ടും ചേർത്ത് വെക്കുമ്പോൾ, ആ രണ്ട് ആർക്കിൽ ചേർത്ത് വെക്കുമ്പോൾ സെൻട്രൽ ആംഗിൾ 180 കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്ത്? ഈ രണ്ട് ആർക്കുകൾ ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തം. ഓക്കെ.